ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു മെയ് ആണ് നമ്മൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബ്രേക്കാണ് അതുകൊണ്ട് ബ്രേക്ക് എടുത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു എന്ന് പറയാമെന്നല്ലാണ്ട് ഇപ്പോൾ എന്താ പറയാൻ പറ്റുക അല്ലേ ഒത്തിരി പേര് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുറച്ച് യാത്രകളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ പറ്റാഞ്ഞത് ഇത് അതിന് മുമ്പ് എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഒന്ന് രണ്ട് പേര് ചോദിക്കണമെന്ന് ജിം റൂമിൽ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എൻ്റെ കയ്യിലൊരു ത്രെഡ്മില്ലുണ്ട് ഒരു ബെഞ്ചുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വെയിറ്റുകളുണ്ട് ഇതൊരെണ്ണം എന്താ പറയുക പുഷപ്പ് ചെയ്യാനായിട്ട് പിന്നെ 30 പൗണ്ട് 10 പൗണ്ടിന് 2 ഇതുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് 10 15 20 25 അങ്ങനെ പല വെയിറ്റുകളുടെ 2 വെച്ചിട്ടാണ് കേട്ടോ ഇതുകളുണ്ട് അപ്പം ഞാൻ എന്താ പറയുക ഇന്നൊരു വൈകുന്നേരമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വർക്കൗട്ട് ചെയ്യും രാവിലെ നല്ല തിരക്കാണെങ്കിൽ വൈകുന്നേരം അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു അപ്പം ഞാനൊരു 10-15 മിനിറ്റ് നടന്നു അത് കഴിഞ്ഞിട്ട് ഒരു 20ഓളം മിനിറ്റ് 15-20 മിനിറ്റ് എന്തെങ്കിലും ചെറിയൊരു 4 സെറ്റ് വെച്ചിട്ട് 4 തരത്തിലുള്ള ഇതുകൾ അപ്പോൾ എപ്പോഴും ഞാൻ കോമ്പൗണ്ടായിട്ടുള്ള എക്സസൈസുകളുണ്ട് ചെയ്യുക കൈയും ചെയ്യും കാലും ചെയ്യും പക്ഷേ എനിക്കറിയാം ചിലർ ഓരോ ഗ്രൂപ്പ് മസിലുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എനിക്ക് പക്ഷേ ഫുൾ ബോഡി ഒന്ന് അനക്കി എല്ലാം കൂടെ ഒന്ന് കൂട്ടി ചെയ്തില്ലെങ്കിൽ ഒരു സന്തോഷമില്ല ഇനിയിപ്പോൾ ഇന്ന് ഇതെനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ ജോലി ഈ കഴിയാൻ പോകുന്ന ആ ഒരു സമയത്ത് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു ലാസ്റ്റ് ദിവസത്തെ കുറച്ച് അത് ലാസ്റ്റ് ദിവസങ്ങളിൽ 1-2 ദിവസം ഞാൻ ഒരു കോൺഫറൻസ് ആയിട്ട് പുറത്തായിരുന്നു പിന്നെ അതിനോടനുബന്ധിച്ച് എന്താ പറയുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് കെലോണയിലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നു അങ്ങനെ കുറച്ച് സമയം പോയി ഒരു ലോങ് വീക്കെൻഡ് അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊരു വെക്കേഷൻ പോയി അങ്ങനെയാണ് എന്താ പറയുക വീഡിയോസൊക്കെ സമയത്ത് വരാതിരുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് ക്യുക്കുംബറും സെലറിയും പിന്നെ എന്താ പറയുക ആ ഒരു ഇതുണ്ടല്ലോ ഇലയുടെ പേര് മറന്നുപോയല്ലോ ലെറ്റസും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ട്യൂണ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് തക്കാളിയും കൂടി എടുത്തിട്ടുമ്പോൾ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് എല്ലാം ഓരോ പിടി വെച്ച് മതി കേട്ടോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അല്ല എത്ര പേര് വേണം എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇവർക്ക് കുറച്ച് വേണം ഞാൻ ക്യാനായിട്ടുള്ള ട്യൂണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ ആവശ്യം എത്ര ഉണ്ടെന്നനുസരിച്ച് 1-2 ഒക്കെ ട്യൂണ ഇടാം ഇത് ട്യൂണ ഇത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഓൾറെഡി വെന്തേക്കണതാണ് അതുകൊണ്ട് ക്യാനിൽ വരുന്നതാണ് നമുക്ക് അതിനകത്തുള്ള സാൽമൺ ചിക്കൻ അങ്ങനെ എന്ത് വേണേലും നമുക്ക് സാൻഡ്വിച്ചിനകത്തോട്ട് ഇടാം പിന്നെ അതിനകത്ത് ഞാൻ ഡ്രസ്സിങ്ങിന് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു ഒരു ലേശം നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങ ഇല്ലെങ്കിൽ 2 തുള്ളി വിനെഗർ ഇട്ടാലും മതി കേട്ടോ തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം മയണൈസ് നല്ല ഈ ഒരു കോമ്പിനേഷന് നല്ലതാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇടാം കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മൾ ഈ ഒരു ട്യൂണ സാലഡ് ഉണ്ടാക്കി ഇത്തിരി നേരം വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ് കഴിച്ചാൽ ട്യൂണയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടാവും പല്ലൊക്കെ തേച്ചിട്ട് പോയാൽ മതി ഞാൻ ലഞ്ചിന് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ പറയുക ട്യൂണ സാൻഡ്വിച്ചോ ട്യൂണ റാപ്പ് ഇത് തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു റാപ്പിനകത്താക്കിയാൽ അത് റാപ്പാവും 2 ബ്രെഡിനിടയ്ക്ക് ആക്കിയാൽ സാൻഡ്വിച്ച് ആകും ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഒരു സാലഡ് പോലെ ആക്കിയിട്ട് കൊണ്ടുപോകാം പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ വർക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രഷൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും ഇതിന് ശേഷം അപ്പോൾ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അതിന് ഇടയ്ക്ക് എനിക്ക് തോമസ് ഈ ചീരയുടെ ഇല കരിഞ്ഞെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ചീരയുടെ ഇല അരിയാനായിട്ട് പക്ഷേ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ ചീരയും പരിപ്പും കൂടെ ഇങ്ങനെ വെള്ളം പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ തോരൻ എന്ന് പറയാൻ പറ്റില്ല അത് കറിയും അല്ലാതെ തന്നെ തോരനും കറിക്കും ബിറ്റുവിനുള്ള ഒരു സംഭവം അപ്പോൾ തോമസ് അത് അരിഞ്ഞ് വെച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതാണല്ലോ പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ശറപറാന്ന് വെക്കാൻ പറ്റുന്ന ഇത്തിരി തേങ്ങയും ഒക്കെ ഇതിൻ്റെ മേളിലിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത്തിരി കടുകും ഉള്ളിയും പൊട്ടുന്നതിനകത്തോട്ട് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇടും പിന്നെ അരിഞ്ഞു വെച്ച ചീരയുടെ ഇലയിട്ട് ഒന്ന് വാടി അങ്ങ് വരുമ്പോഴത്തേന് നല്ല വെന്തളിഞ്ഞ പോലത്തെ ഇതിടും എനിക്ക് തോരൻ പോലെ വയ്ക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ പരിപ്പ് കടിക്കണതല്ല പരിപ്പ് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം
അതുകൊണ്ട് പിന്നെ എനിക്ക് വേവൊന്നും നോക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് തേങ്ങ നമ്മൾ എപ്പോഴും ചിരണ്ടിയ തേങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടെ ഒരു പിടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, ഒരു പച്ചത്തേങ്ങയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ആക്കി വെച്ചു. ഇതൊക്കെ പിന്നെ ഇന്ന് രാത്രിയിലും പിറ്റേ ദിവസം ഉച്ച നമ്മൾ ജോലി കഴിഞ്ഞ് വരുമല്ലോ, ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയാണ്. നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ഫേവറേറ്റ് സംഭവമായിക്കാണ് കേട്ടോ. ഞാനെപ്പം നൂഡിൽസ് ഉണ്ടാക്കിയാലും നൂഡിൽസ് ഇടുന്നതിന് മുമ്പ് ആ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഉള്ള ഒരു പോർഷൻ എനിക്കെടുത്ത് മാറ്റി വെക്കും. ആ ഒരു കാർബ് കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ ടൈമർ വെച്ചിട്ട് ഇങ്ങനെ ഇത് എന്താ പറയുക, മടിയുള്ളവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു 30 മിനിറ്റിൻ്റെ ടൈമർ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഫുൾ ക്ലീനിങ്ങും ഒന്ന് അടിച്ച് തുടയ്ക്കണം, അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അതെല്ലാം കൂടി ചെയ്യാം. രാത്രി ഒരു കിടക്കുന്നതിന് മുമ്പത്തെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ ഡിന്നർ ഒത്തിരി നേരത്തെ ആ ഒരു സാലഡ് ഉണ്ടാക്കിയ സമയമുണ്ടല്ലോ, ഒരു 6:30-7 ആ ഒരു സമയത്തോടുകൂടി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി നാളെ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എയർ ഫ്രയറിലോട്ട് വയ്ക്കും. 30 മിനിറ്റും 40 മിനിറ്റും കൊണ്ട് അതാകും. ആ സമയത്ത് പിള്ളേരുടെയൊക്കെ ഭക്ഷണം കഴിയുമ്പോൾ സംഭവം റെഡിയാവും. നല്ല അടുക്കളയും വൃത്തിയാക്കി ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് തുടച്ചെടുക്കാം. മിക്കവാറും നമ്മൾ ആ ഒരു റോബോ വാക്യൂം ഇടുന്നുണ്ട്. അത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സമയം കിട്ടുന്ന അറിയില്ല എന്നൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ റോബോ ആണ് കേട്ടോ. അത് ഏത് മോഡലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞു. ഐ റോബോ കോസ്കോ എന്നാണ് മേടിച്ചത്. അത് എല്ലാ ദിവസവും അത് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ മടി പിടിച്ചൊരു സാധനമാണ് അത്. മുക്കും മൂലയൊന്നും വൃത്തിയാക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ കൈ എത്തേണ്ടടുത്ത് അല്ലെങ്കിൽ വാക്യൂം ക്ലീനറോ ചൂലോ ഒക്കെ എത്തിക്കേണ്ടി വരും. പക്ഷേ എല്ലാ ദിവസവും ഈ റോബോ വാക്യൂം റൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മടി വരില്ലേ, അത് ഇന്ന് അടിക്കാൻ വയ്യ തുടയ്ക്കാൻ വയ്യാന്ന്. ആ ദിവസങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ് ഈ റോബോ. എന്നാലും ഞാനൊരു 3 ദിവസമൊക്കെ കൂടുമ്പം നല്ലപോലെ എല്ലാ കോർണറൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് തുടച്ച് ഇടും കേട്ടോ. എന്നാലും നമുക്ക് അതിനൊരു വീടൊരു വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അകം തുടയ്ക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പൈൻസോൾ, അതിൻ്റെ ഒറിജിനൽ പൈൻസോൾ ഉണ്ടല്ലോ, വേറെ ഫ്ലേവറോ അല്ലെങ്കിൽ മണമുള്ള ലാവൻഡറൊന്നുമല്ല, അതിൻ്റെ ഒറിജിനൽ മണമുള്ള ആ പൈൻസോൾ ഇത്തിരി ഒരു ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. ഭയങ്കര ചൂടും എന്നുവെച്ചാൽ നമ്മൾ ടാപ്പിൽ ചൂടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇത്തിരി പൈൻസോൾ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിന് ഇത് ഏറ്റവും തിരക്ക് കൂടിയ സമയം കേട്ടോ. നമ്മുടെ വീട്ടിൽ പിള്ളേരുടെ ഹോംവർക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഓരോരുത്തർ പല്ല് തരും ഇതൊക്കെ. അപ്പോൾ ഇമ്മാനു ഞാൻ ഇതും കൊണ്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാനിന്ന് തുടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമല്ലോ, കുറച്ച് സമയം എനിക്കവിടെ ലാഭിക്കുകയും ചെയ്യാം. ഇവനിപ്പം ഇവിടെ എന്താ പറയുക, ഒരു വോളണ്ടിയർഷിപ്പിന് പോകുന്നുണ്ട് കേട്ടോ. ഒരു സൂപ്പ് കിച്ചൺ എന്ന് പറയും, അതായത് നമ്മുടെ ഇവിടെ ഹോംലെസ് ഒക്കെ ഉള്ള ആൾക്കാർ ടേക്ക് കെയർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ പുള്ളിക്കാരൻ ഇപ്പം ഇതിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പണികളിൽ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാവും, സെർവ് ചെയ്യാനാവും, അടിക്കാനാവും, തുടയ്ക്കാനാവും, അങ്ങനത്തെ ചെറിയ വോളണ്ടിയർഷിപ്പൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പണിയൊക്കെ ഇപ്പോൾ പഠിച്ചു. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഉപകാരമായി. ഫുള്ള് ഫ്രണ്ടിലത്തെ ഏരിയയും അടുക്കളയുടെ ഏരിയയും കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു തുടച്ചെടുക്കാം. നമുക്ക് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അവൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അത് തുടച്ചെടുത്തുന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ കുറച്ച് 1-2 പെൻഡിങ് ആയിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് തുടച്ചിട്ടെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നാളെ വരുമ്പോഴത്തേന് അടുക്കളയിൽ ഇങ്ങനെ വേറെ കുറേ ക്ലട്ടറായിട്ട് കാര്യങ്ങളുണ്ടാവില്ല. കഴുകാനുള്ള ബാക്കി പാത്രങ്ങളൊക്കെ നമ്മൾ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് കഴുകാനിടണം. ഗാർബേജ് എടുത്ത് അടുക്കളയത്ത് വാഷ്റൂമിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഗാർബേജൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പിറ്റേ ദിവസം നമ്മൾ വരുമ്പോൾ ആ ഒരു മണമൊക്കെ ഒഴിവായിട്ടേക്കും. എപ്പോഴും നമ്മൾ ചെറിയൊരു ഗാർബേജ് ക്യാൻ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഗാർബേജ് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പോകണം. നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു മണവും അതിങ്ങനെ കിടന്ന് ഫെർമെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു ദിവസം പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിറ്റേ ദിവസം മോർണിംഗിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ വീഡിയോസൊക്കെ ഞാൻ ഫയൽ ചെയ്ത് വെച്ചൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് പുതിയ വീഡിയോസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി കാലമായി കേട്ടോ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ട്. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ പിള്ളേരും തോമസൊന്നും ഇല്ലാണ്ട്. ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഒണ്ടാരിയോലോ മറ്റോ പോയതാണ് ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു 6 ഡേയ്സിന് ഞാൻ എവേ ആയിരുന്നു. കലോണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് BC-യിൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്.
അപ്പോൾ അങ്ങനെ പോയി കുറേ ദിവസം അടിച്ചു പൊളിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കോൺഫറൻസ് ആയിരുന്നു മെയിൻ. അതിനകത്ത് 2 പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. കരിയറും നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇങ്ങനെ പോയി സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ എപ്പോഴത്തെയും വിശ്വാസം നമുക്ക് കുറേയും കൂടെയൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റും തന്നെയാണ്. വീഡിയോ ഒന്നും അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ വേറൊരു ലോകത്തിലാണ് ഞാൻ പിന്നെ ആയിപ്പോയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.